അപ്പോൾ ഇതാ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്നുള്ളത്. ഓണം സദ്യയിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുന്ദരി കറിയാണ് നമ്മളുടെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീട്രൂട്ട് വേവിക്കലാണ്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്യുകയോ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുകയോ ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് ബീട്രൂട്ട് സോഫ്റ്റ് ആവും വരെ വേവിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം, സോഫ്റ്റ് ആവുന്നത് വരെ കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര എത്രയാണോ ചേർക്കുന്നത് അതേ അളവിൽ തന്നെ തൈരും ചേർക്കുക. പുളിയുള്ള തൈര് ചേർക്കാനായിട്ട് മറക്കരുത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒരുപാടായി പോകരുത്, ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. അതൊരു കറിച്ചട്ടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി പരത്തി കൊടുക്കുക ഒന്ന്. അതിനുശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് അതിൻ്റെ നമ്മൾ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റും ആ സ്മെല്ലൊക്കെ ഒന്ന് മാറും വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഇനി തൈര് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്, ഒന്ന് ചൂടാകണം. നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്കിനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് പുകയൊക്കെ വരുന്നത് കണ്ടില്ലേ. ഇനി ഇത് തണുത്ത് ആറിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒന്നുകൂടെ നിറം കൂടിയല്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് താളിച്ചൊഴിക്കലാണ്. അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കടുക് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവാതെ കടുക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കടുക് പൊട്ടിയില്ലെങ്കിൽ അത് ഒരു രുചി ഒന്ന് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് 3 വലിയ വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പച്ചടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സിമ്പിൾ പരിപാടിയാണ്. ദാ കഴിഞ്ഞു നമ്മളുടെ ബീട്രൂട്ട് പച്ചടി. നല്ല സുന്ദരി ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഷുവറായിട്ടും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വേറൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.